നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബുലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ സബ്സ്ക്രൈബേഴ്സ് കസ്റ്റമേഴ്സ് വീഡിയോയുടെ അവസാന ഭാഗം നോക്കൂട്ടെ, എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ പറയാം. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും തിരക്കാവുന്ന അറിയാം, അപ്പോൾ പെട്ടെന്ന് കാണാം നമുക്ക്. അപ്പോൾ ഇന്ന് വരുന്ന നല്ല ഒരു കഴിഞ്ഞ ദിവസത്തെ ബ്യൂട്ടിഫുൾ ജോർജറ്റ് വന്നിട്ട് അതിന് നമ്മൾ ചില ഐറ്റംസ് കഴിഞ്ഞ് പോയത് നമ്മൾ റീസ്റ്റോക്കിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വരാൻ കുറച്ച് സമയം എടുക്കും. ആ ഒരു അജരക്കിൻ്റെ പാനൽ പോലെ വരുന്നൊരു പ്രിൻ്റ് പോലെ വന്നില്ലേ ജോർജറ്റിൽ, അതാണ് പെട്ടെന്ന് കഴിഞ്ഞു പോയത്. അപ്പോൾ അത് വരും. അപ്പോൾ ഇതങ്ങനെ വരുന്നു. ഇതൊരു ഷിഫോണിലാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ഫ്ലോറൽ ഡിസൈനിൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിനൊക്കെ വിഡ്ത്ത് വരുന്നത് 42 ഇഞ്ചാണ് ഇതിന് വിഡ്ത്ത് വരുന്നത്. ചിലത് നമ്മൾ ഈ 44 എന്ന് പറഞ്ഞാലും ചിലത് 40 ഇൻ ബിറ്റ്വീൻ 41 to 44 ആണ് നോർമലി മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് ദുപ്പട്ടയ്ക്ക് നല്ലതാണ്. പിന്നെ ഹൈറ്റ് കുറഞ്ഞവർക്കാണെങ്കിൽ സാരിക്ക് നല്ലതാണ്. പക്ഷേ ട്രാൻസ്പെറൻ്റ് ആണ്. ടോപ്പ് ചെയ്യാനാണെങ്കിലും നല്ലതാണ്. ലൈനിങ് കമ്പൽസറി ആണ്. ക്രേപ്പ് ലൈനിങ് ആണ് ഇതിന് യൂസ് ചെയ്യുക. ക്രേപ്പ് ലൈനിങ് 40 rupees per meter അവൈലബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെ വരുന്നു, ദുപ്പട്ടയ്ക്ക് ചെയ്യാൻ നല്ലതാണ്. സോഫ്റ്റാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിന് ഒരുപാട് ഹെവി ഫാബ്രിക്കായിട്ട് പ്രതീക്ഷിക്കരുത്. ഇതെങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇന്ന് നമുക്കിതിങ്ങനെ ദുപ്പട്ട പർപ്പസിന് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതാ സ്ക്രീൻഷോട്ട് ഇതെങ്ങനെ എടുത്തോളൂ. 42 ഇഞ്ച് വിടുത്ത് 90 rupees, 90 രൂപ. ഷിഫോണാണേ. അപ്പോൾ അതിൻ്റെ കൂടെ കണ്ടതാ ഈ ഒരു ഫാബ്രിക്, നമ്മൾ നല്ലൊരു റെഡ് അതാ ഇങ്ങനെ വരുന്നു. ഒരു കാംബ്രിക് കോട്ടണിൽ ഒരു ഒരു ബുട്ടാസ് അല്ല, ഇതാ ഇങ്ങനെ ഒരു പാറ്റേൺ പോലെ വരുന്നത്. കാംബ്രിക്കിലാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഒരു പ്ലെയിൻ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ടോപ്പിൻ്റെ ഒരു ഫീൽ തരും. എന്നാൽ പ്ലെയിനും അല്ല. ഇനി ഇതിനെ തിരിച്ചും ചെയ്യാം. ഇത് കണ്ടോ, ഈ ബുട്ടാസ് നമ്മൾ കോട്ടൺ ബുട്ടയിൽ ബുട്ട ജോർജറ്റിൽ കാണുന്ന പോലെ ഈ ബുട്ടാസ് തിരിച്ച് വരുന്ന പോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ബ്രൈറ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഫാബ്രിക് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഷോപ്പിൽ നമ്മൾ ഇങ്ങനെ സാധാരണ രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ചില കസ്റ്റമേഴ്സ് വേണ്ട ഇങ്ങനെ വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ കറക്റ്റ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. കാരണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മാറ്റാൻ നിർവാഹമില്ല. ഇത് ഇങ്ങനെ തിരിച്ചോ, അതായത് ത്രെഡ് നിൽക്കുന്ന ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ അങ്ങനെ ചെയ്യാം, തിരിച്ചും ചെയ്യാം. അപ്പോൾ എന്തൊക്കെയായാലും ഇതൊരു ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും, നല്ല ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്കിതാ അതിന് ദുപ്പട്ട അതങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് മാച്ചാണ് ഇതങ്ങനെ. അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം സെയിം കളർ. ഇപ്പോൾ പ്രിൻ്റ് ആണെങ്കിലും ഓൾ ഓവർ നമ്മൾ കോഡ് സെറ്റിലൊക്കെ വരുന്ന പോലെ ഫ്ലോറൽ ഡിസൈനൊക്കെ ടോപ്പും ബോട്ടവും ഒരുപോലെ വരുന്നത് വെയർ ചെയ്യുന്നതൊരു ട്രെൻഡാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ വേണമെങ്കിൽ ബോട്ടം ചെയ്യണമെങ്കിൽ ശരിക്കും ഇത് വിടുത്ത് കൂടുതലുള്ളതുകൊണ്ട് ഒരു 1.5 മീറ്ററിൽ നല്ല സുഖമായിട്ട് ബോട്ടം ചെയ്യാം. അപ്പോൾ 3.5 മീറ്റേഴ്സ് ഒന്നിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോർമൽ സൈഡ് സെറ്റുള്ള ടോപ്പും ബോട്ടവും നമുക്ക് ചെയ്യാൻ പറ്റും. നോർമൽ സൈസിലുള്ള ആൾക്കാർക്കാണ് പറയുന്നത്. പ്ലസ് സൈസ് ഉള്ളവർക്കും മോഡൽ വ്യത്യാസമുള്ളവർക്കും കൂടുതൽ എടുക്കണം. അപ്പോൾ അതിന് കൂടെ നമുക്ക് ദുപ്പട്ടയായിട്ട് ഇത് വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരിതായിരിക്കും. ഇങ്ങനെ ലൈനിങ് വേണേ, ആ ടോപ്പിനും ലൈനിങ് വേണം. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ നമുക്കിതാ ഇതൊരു ടോപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബോട്ടം നമ്മൾ ചിക്കൻ കാരി ടൈപ്പ് വരുന്ന ഹോൾസ് വരുന്ന മെറ്റീരിയൽ, ഇത് നമ്മൾ റേറ്റ് കുറഞ്ഞത് 110 rupees വരുന്നു, 110 രൂപ. ബോട്ടം ചെയ്യാനാണ് കൂടുതൽ നല്ലത്. പിന്നെ മിഡി ചെയ്യാൻ നല്ലതാണ്. ഇങ്ങനെ വരുന്നു. പലാസോ മോഡലൊക്കെ ചെയ്യാനാണ് നല്ലത്. ഇതിൻ്റെ റേറ്റ് കൂടിയ ടൈപ്പ് നമ്മൾ ആദ്യം കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ അതിന് കുറച്ച് പേര് എൻക്വയറി ഉണ്ടെന്ന് പറഞ്ഞു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ. അപ്പോൾ അത് അധികം വൈകാതെ കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. ഇത് 110 rupees per meter, 110 രൂപയാണ്. ഇതിന് വിഡ്ത്ത് വരുന്നത് 40 ഇഞ്ചാണ് ഓൾമോസ്റ്റ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ യോക്കൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതെങ്ങനെ, അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം വേണേൽ ഇങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി കാത്തിരുന്ന കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് എത്തുന്നതിൻ്റെ മുമ്പ് നമുക്ക് ആദ്യം പുലിക്കളിക്ക് പോവാം. ഇതാ അങ്ങനെ നമ്മൾ ആ ഒരു കാക്കി കളറിൻ്റെയും മസ്റ്റാർഡെല്ലാം ശരിക്കും ശരിക്കും നമ്മുടെ പുലിയുടെ കളർ ഇതാ അങ്ങനെ വരുന്നു ഷിഫോണിൽ. അപ്പോൾ പുലി ടോപ്പ് കൊണ്ടുവരാനുള്ള സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ കൊണ്ടുവരാൻ പറഞ്ഞവർക്ക് ഇതിനത് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യം കണ്ട ആ ഷിഫോണിൻ്റെ ആ ടൈപ്പാണ്. ഷിഫോണിലും മാർബിൾ ഷിഫോണ്, ഫോക്സ് ജോർജറ്റ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഫ്ലോയിങ് ഫാബ്രിക്, ഒരുപാട് തിക്നെസ്സിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും ഓരോന്ന് തമ്മിൽ. ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. നമ്മുടെ പ്യുവർ ജോർജറ്റും അധികം വൈകാതെ എത്തും. നമ്മളത് പ്രിൻറ്റിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വരുന്നു. ഇത് 42 ഇഞ്ച് വിടുത്താണ് വരുന്നത്. 90 rupees, 90 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈ പുലിക്കളിക്ക് ഇത് വേണമെങ്കിലാവാം. ഇങ്ങനെ വരുന്നു. നമ്മൾ ജീൻസിൻ്റെ ടോപ്പ് അല്ലെങ്കിൽ കുർത്തി ദുപ്പട്ട ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടെന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞൻ ഹക്കോബ. പക്ഷേ നമ്മൾ പൊൽക്ക ഡോട്ട്സ് ഹക്കോബയിൽ വന്നാൽ അങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഒരു ഫീല് തരുന്നതാണ്. അതങ്ങനെ വരുന്നു ഡോട്ട്സ്. ഇതിൻ്റെ കൂടെ കാണിക്കാനായിട്ട് ക്രേപ്പ് ലൈനിങ് മെറൂൺ എടുക്കണം എന്ന് വിചാരിച്ചു മറന്നുപോയി. ഇങ്ങനെ വരുന്നു. ഡോട്ടഡ് ഹക്കോബ പറയും ഇതിന് നമുക്ക് വിടുത്ത് വരുന്നത് ഏകദേശം ഒരു 43 ഇഞ്ച് വിടുത്ത് വരുന്നെങ്കിലും വർക്ക് പോർഷൻ ഇതുണ്ട് ഇത്ര വരിക. അപ്പോൾ നോർമൽ ടോപ്പ് ചെയ്യാനാണെങ്കിൽ 2.25 എടുത്തോളൂ കേട്ടോ, കുറച്ച് കൂടുതൽ എടുക്കണേ. അപ്പോൾ ഇങ്ങനെ വരുന്നു.
ഫുൾ ഓൾ ഓവർ കട്ട് വർക്ക് വരുന്നു. ഇങ്ങനെ വരുന്നു. കാംബ്രിക് കോട്ടണിലാണ് വരുന്നത്. പ്രീമിയം ഹക്കോബയാണ്. 250 റുപ്പീസ്, 250 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്രേപ്പ് ലൈനിങ് എടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഈ റെഡ് ഒന്ന് അടിയിൽ വെച്ച് കാണിച്ചു തരാം. ക്രേപ്പാണ് കേട്ടോ അതിൽ വെക്കേണ്ട. പുതിയ ആൾക്കാർ ശ്രദ്ധിക്കണം. നമ്മൾ കോൺട്രാസ്റ്റ് കളർ ലൈനിങ് നമ്മൾ ഇങ്ങനെ ബിഗ് ഹോൾസ് വരുന്നതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. മുകളിലല്ല അടിയിൽ ഇതുണ്ടോ, ജസ്റ്റ് ഇങ്ങനെ വരുന്നു. മെറൂണൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ. അപ്പോൾ അതിനങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം നമുക്ക്. മെറൂണ് ചേരും, ഡാർക്ക് മെറൂൺ, പീച്ച് എല്ലാം ചേരും. വൈറ്റ് വെച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കാരണം അതിനൊക്കെ ഭംഗി മെറൂണായിരിക്കും വരുന്നത്. ഇങ്ങനെ വരുന്നു. ഈ പെരുന്നാൾ കൊണ്ട് കുറേ പേര് ലീവൊക്കെ, അപ്പോൾ സെറ്റ് ചെയ്ത് തരാനൊക്കെ ഉള്ളവരൊക്കെ വേഗം സെറ്റ് ചെയ്ത് തന്നിട്ടൊക്കെ പോയതാണ്. അപ്പോൾ ഈ ഒരു ഹക്കോബയുടെ കൂടെ നമുക്ക് കണ്ടോ ഇതിങ്ങനെ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിലും ദുപ്പട്ടയാക്കാം, ഇങ്ങനെ വേണമെങ്കിലും ആക്കാം. പക്ഷെ ഇതിന് പക്ഷെ ഒന്നും കൂടെ ഭംഗി നല്ല റെഡ് ടോപ്പ് ഇട്ടിട്ട് ചെയ്യാനാണ് കേട്ടോ ഭംഗി. ഇതുണ്ട്, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ദുപ്പട്ടയായിട്ട് എടുക്കാം. ഇന്നർ മോഡൽ, കോട്ടൺ ഇന്നറിനേക്കാൾ നല്ല ടോപ്പ് ചെയ്ത് ദുപ്പട്ടയിനൊക്കെ ആക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിങ്ങനെ, ഇത് 90, ഇത് 250 ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ ഫസ്റ്റിനി നമ്മുടെ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട കോംബോ കാണാൻ പോവുകയാണേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ കൃത്യം 2 മീറ്റേഴ്സ് ആണ് കിട്ടുക നിങ്ങൾക്ക് ബോട്ടം മെറ്റീരിയൽ കിട്ടുക. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇനി പിന്നീട് നമുക്ക് നോക്കാം കൂടുതൽ വേണ്ടവർക്ക്. ഇപ്പം നമ്മൾ 2 മീറ്റർ ബോട്ടത്തിനാണ് ഇത് കട്ട് ചെയ്യുന്നത്. ടോപ്പിൻ്റെ മെറ്റീരിയൽ ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. കഴിഞ്ഞ സൺഡേയിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടില്ല, അതിലിങ്ങനെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയതെല്ലാം കാണിച്ചിരുന്നു. ഇങ്ങനെ കലങ്കാരി ആ ടോപ്പിന് വേണ്ടത്. ഇത് നമ്മുടെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ. ഇത് 2.3 മീറ്റേഴ്സ്, 2.30 വരുന്നത്. അപ്പോൾ 2.5 മീറ്റർ തന്നെ വേണമെന്നുള്ളവർ ജസ്റ്റ് ഇതിൻ്റെ എൻഡിലേക്ക് ഇതിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കുക. കുറച്ചൊരു വ്യത്യാസമല്ലേ വരുന്നുള്ളൂ, പക്ഷെ നമുക്ക് ആവശ്യം നമ്മൾ റെഡിമെയ്ഡ് ദുപ്പട്ടയ്ക്ക് വരുന്ന ലെങ്ത് ഉണ്ട് ഇതിന്. അപ്പോൾ ഞാൻ ഇന്നീ വെയർ ചെയ്തിരിക്കുന്നത്, ഇത് ഓർമ്മയുണ്ട്, എൻ്റെ കുറേ പഴയ ടോപ്പാണ്. എന്നാൽ അങ്ങനെ ഈ കലങ്കാരി ഇത് എൻ്റെ സ്വന്തം, നമ്മൾ ആദ്യമായിട്ട് കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട കൊണ്ടെന്ന് ഓർമ്മയുണ്ട്, പഴയ കസ്റ്റമേഴ്സിന് ഓർമ്മയുണ്ട്. വന്നപ്പം ഒരു 1 ഇയർ ബാക്കൊക്കെ, 1 വർഷത്തിൽ കൂടുതലായും തോന്നും. അപ്പം പല പല കാര്യമുണ്ടോ. കോട്ടൺ വലിയ മാറ്റങ്ങൾ അധികം ഫെയ്ഡായിട്ടൊന്നുമില്ല. കളർ നമ്മൾ കോട്ടൺ ഏതാണെങ്കിലും കോട്ടൺ മെറ്റീരിയൽ ഫസ്റ്റ് വാഷ് ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ മൈൽഡ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിക്കുക. ഷാംപൂ വാഷ് ചെയ്യുമെന്ന് പറയും ചിലർ, പക്ഷേ ഫാബ്രിക്കിനുള്ള ഷാംപൂ തന്നെ ഉപയോഗിക്കണം. നമ്മൾ തല കഴുകാൻ ഉപയോഗിക്കുന്ന ഷാംപൂ ഉപയോഗിച്ചാൽ ക്ലോത്തിൻ്റെ ഇതിന് നല്ലതായിരിക്കില്ല. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നല്ല മൈൽഡായിട്ടുള്ള ലിക്വിഡ് ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കുക. അതാണ് ശ്രദ്ധിക്കുന്നത്. പേരും ഒന്നും പറയുന്നില്ല, അന്വേഷിച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് കലങ്കാരി ഫസ്റ്റ് ഇങ്ങനെ വരുന്നു. ഇപ്പോൾ നമുക്ക് 2 മീറ്റേഴ്സാണ് കിട്ടുക. 160 റുപ്പീസ് പെർ മീറ്റർ, 160 രൂപ, 320 രൂപയ്ക്ക് അതും. ദുപ്പട്ട വരുന്നു ഇങ്ങനെ വരുന്നു, അതിൻ്റെ സെയിം ദുപ്പട്ട. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് ബോട്ടം ആൻഡ് ദുപ്പട്ട, മടക്കിയത് മറന്നുപോയി, ബോട്ടം ആൻഡ് ദുപ്പട്ട ഇങ്ങനെ വരുന്നു. ദുപ്പട്ടയ്ക്ക് 320 റുപ്പീസ്, 320 അതിൻ്റെ ബോർഡറാണ്. സെയിം ഡിസൈൻ, ഈ ടോപ്പിൻ്റെ അല്ല ബോട്ടത്തിൻ്റെ അതേ ഡിസൈനാണ് വരിക. അപ്പോൾ ഇത് വേണേൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം, അതങ്ങനെ. ഇനി ഞാൻ വിടുത്തി കാണിക്കണ്ടല്ലോ, അടുത്ത ഡിസൈൻ ഇതാ വരുന്നു. ലീവ്സ് ഡിസൈനിൽ ഇത് ടോപ്പല്ല ബോട്ടം, ഇത് ദുപ്പട്ട. കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് വരുന്നത്. പുതിയ ആൾക്കാർ നമ്മുടെ മുമ്പത്തെ വീഡിയോകളിലൊക്കെ നോക്കുക, കോട്ടൺ സ്ലബിൻ്റെ വെറൈറ്റി കളേഴ്സൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പം പ്ലെയിൻ ടോപ്പുകൾ വേണമെങ്കിൽ കോട്ടൺ സ്ലബിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കോട്ടൺ ബുട്ടയിലെ കളേഴ്സ് എടുക്കാം. അപ്പോൾ ഇതുണ്ട്, ഇതിനും ചേരും. ഇത് ടോപ്പ് എടുത്തിട്ട് ഇങ്ങനെ ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. 160 രൂപ മെറ്റീരിയൽ റേറ്റ്, 320 റുപ്പീസ് പെർ പീസ്. ദുപ്പട്ടയുടെ റേറ്റ്, പീസ് റേറ്റ് ഇങ്ങനെ വരുന്നു. അത് അങ്ങനെ. ഇനി നെക്സ്റ്റ് ഇപ്പോൾ 2 ഡിസൈൻ കാണിച്ചേ. ഇനി ഇതാ വരുന്നു അടുത്ത ടോപ്പ് എന്നാണ് വരുന്നത്. കലങ്കാരിയുടെ ബോട്ടം, അതിൻ്റെ ദുപ്പട്ട. അപ്പോൾ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് എടുക്കുക. 1 ബോട്ടം ആൻഡ് 1 ദുപ്പട്ട അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടതിൻ്റെയൊക്കെ അങ്ങനെ വിടാം. അതങ്ങനെ വരുന്നു. ഞാൻ പറഞ്ഞില്ല ഈ വീക്ക് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വീഡിയോ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യുന്നത്. അപ്പോൾ കൃത്യം 2 മീറ്റർ ആയിരിക്കും ഇതിൽ കിട്ടുക. 320, 640ക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടണിൽ തന്നെ ഒരു സെൽഫ് ചെക്സ് വരുന്നത്, ഒരു സെൽഫ് ദോബി പ്രിൻ്റ് എന്നൊക്കെ പറയാം, ഒരു ബുട്ടാസ് അല്ല, ഇതങ്ങനെ വരുന്നു. ഒരു സെൽഫ് ചെക്സ് വരുന്ന കോട്ടൺ ആണ് കേട്ടോ ഇത്. ഫാബ്രിക് ബിഗ് വിഡ്ത്തിൽ 54 ഇഞ്ച് 56 ഇഞ്ച് വിഡ്ത്തുണ്ട്. ഞാനത് വിടുത്തി കാണിക്കാം. ഇങ്ങനെ വരുന്ന കോട്ടൺ ബുട്ട കാറ്റഗറിയിൽ വരുന്ന ഫാബ്രിക്കുകൾക്കെല്ലാം ലൈനിങ് വേണം കേട്ടോ, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇങ്ങനെ വരുന്നു, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സെൽഫ് ഡിസൈൻ പോലെ വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക്
കോട്ടൺ ലൈനിങ് 40 റുപ്പീസ് പെർ മീറ്ററിലുള്ളത് അവൈലബിൾ ആണ്. ഇനി അല്ലെങ്കിൽ കുറച്ചുകൂടെ തിക്നെസ് ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ക്രേപ്പ് ലൈനിങ് ഉപയോഗിക്കാം. പക്ഷേ ക്രേപ്പ് ഉപയോഗിക്കുമ്പോൾ കോട്ടണിൻ്റെ ആ ഒരു സുഖം പോവും. കോട്ടൺ ലവേഴ്സിന് അത്ര സുഖം ഉണ്ടാവില്ല. ഇനി അവർക്ക് പിന്നെ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഈ 40 റുപ്പീസിൻ്റെ ആ ലൈനിങ്ങിനേക്കാളും തിക്നെസ് വേണമെന്നുള്ളവർക്ക് പിന്നെ നിർവാഹമുള്ളത് നമ്മൾ ഒരു സെഞ്ചുറിയുടെ ഒരു മെറ്റീരിയൽ ഉണ്ട്, നമ്മൾ ബ്ലൗസ് പീസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. അതാണ് ഞാൻ അധികം യൂസ് ചെയ്യാറുണ്ട്. അത് 100 റുപ്പീസ് പെർ മീറ്റർ വരുന്നത്. അത് വേണമെങ്കിൽ ചോദിച്ചാൽ അത് കിട്ടും. അതിൻ്റെ എല്ലാ കളേഴ്സും നമുക്കില്ല. ഇനി അതും അല്ലെങ്കിൽ തീരെ കിട്ടാതെ വരുമ്പോൾ ഞാനും പോപ്ലിനിലൊക്കെ ചെയ്യാറുണ്ട് ലൈനിങ്. കുറച്ചുകൂടെ ഹെവി ആയിരിക്കും. അപ്പോൾ കണ്ടോ, ഇങ്ങനെ വേണമെങ്കിലും ഇത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ബോട്ടം ആൻഡ് ദുപ്പട്ട ഇങ്ങനെ, ഇത് ടോപ്പ്, ഇത് ബോട്ടം, ഇത് ദുപ്പട്ട. അപ്പോൾ കലങ്കാരിയുടെ ആ സെറ്റ് കഴിഞ്ഞു. നമ്മൾ ഈ കാണിച്ച ഇതും ഇതിന് ചേരും കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പം ഇത് ടോപ്പ് എടുത്തോണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ബോട്ടം ദുപ്പട്ട കോംബോ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്രാവശ്യം കലങ്കാരിയിലെല്ലാം കലങ്കാരി ഇങ്ങനെ വരുമ്പോൾ. ഇനി നമ്മൾ അടുത്തത് വരുന്നു ഇങ്ങനെ. അപ്പോൾ ഇതും നമുക്ക് ഒരു മാർബിൾ ഷിഫോണിൽ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ നമ്മൾ ആദ്യം കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ ഹെവിയാണിത്. നമ്മൾ മാർബിൾ ഷിഫോണിൽ ഇത് അങ്ങനെ വരുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ക്ലോസ് വ്യൂ കാണാം. ഇത് ഇങ്ങനെ വരുന്നു. ഇത് നമുക്ക് സാരിക്കൊക്കെ ആണെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വരുന്നു. 100 റുപ്പീസ് പെർ മീറ്റർ, 100 രൂപ ഇങ്ങനെ വരുന്നു. 100. അപ്പോൾ അതങ്ങനെ. ഇതിനെ നമുക്ക് ഫസ്റ്റ് കാണിച്ചാൽ അതിനൊക്കെ ദുപ്പട്ടയായിട്ട് വേണമെങ്കിലും പറ്റും കേട്ടോ. റെഡ് ടോപ്പിനും പറ്റും. ഇനിയിപ്പോൾ ഇത് ടോപ്പായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ നമ്മൾ ആദ്യം കണ്ട ചിക്കൻ കറി ടൈപ്പിൽ വരുന്ന ബോട്ടം ചെയ്യാനൊക്കെ പറ്റിയ ബ്ലൂ. ഇത് നമ്മൾ 110 പെർ മീറ്റർ, 110 രൂപ മീറ്ററിന് വരുന്നു. 2 മീറ്റർ എടുത്ത് കഴിഞ്ഞാൽ നോർമൽ ഒരു ബോട്ടം ചെയ്യാനുണ്ടാവും. ലൈനിങ് വെക്കണം. ലൈനിങ് 40 റുപ്പീസ് പെർ മീറ്റർ വരുന്ന ലൈനിങ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത് ഒഴിവാക്കി ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ വരെ ലൈനിങ് കൊടുക്കുക. ഈ ഭാഗം ഇങ്ങനെ പ്ലെയിൻ ആക്കിയിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം. ഈ താഴെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ബോട്ടമായിട്ട് അങ്ങനെ വേണ്ടിയിരിക്കും. 110. ഇതിൻ്റെ പ്രീമിയം നമ്മൾ ആദ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും റേറ്റ് കുറഞ്ഞ് ചോദിക്കുന്നതുകൊണ്ട് ഞാനത് കൊണ്ടുവന്നു. നമുക്ക് ഏത് ഫാബ്രിക്കിൻ്റെയും റേറ്റ് കുറഞ്ഞതും കൂടിയതും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഈ ഹക്കോബയിൽ തന്നെ അങ്ങനെ ഉണ്ട്. ഇത് പ്രീമിയം ഹക്കോബ. പിന്നെ PC കോട്ടൺ വരുമ്പോഴാണ് അതിൽ റേറ്റ് കുറയുന്നത്. അതങ്ങനെ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ടോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബോട്ടം കാന്തയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി അല്ലെങ്കിൽ ഇതുകൊണ്ട് സ്ലീവ്ലെസ് ഇന്നർ ചെയ്തിട്ട് ഇതുകൊണ്ട് കോട്ട് പോലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് നമ്മുടെ സിംഗിൾ ലൈൻ കാന്ത 120 റുപ്പീസ്, 120 രൂപ അങ്ങനെ. ഇനി റയോൺ ചോദിച്ച റയോൺ പ്ലെയിൻ ചോദിച്ചവർക്ക് നമുക്ക് അവൈലബിൾ ആയ റയോൺ എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് വരുന്നു ഇങ്ങനെ. റയോണിൽ നേവി ബ്ലൂ ഇങ്ങനെ 120 റുപ്പീസ് പെർ മീറ്റർ, 120 രൂപ. റയോൺ ആണിത്. ഈ പ്ലെയിൻ മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് വിടുമ്പോഴേ, കാരണം പഴയ വീഡിയോ കണ്ടാൽ നിങ്ങൾ വിടുന്നതെങ്കിൽ നമുക്ക് ഇവർക്ക് സ്ക്രീൻഷോട്ട് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും. കോട്ടൺ സ്ലബ് ആണോ, പോപ്ലിൻ ആണോ, റയോൺ ആണോ അങ്ങനെ. അപ്പോൾ ജസ്റ്റ് താഴെ അതൊന്നും പേര് മെൻഷൻ ചെയ്യണേ, ഏത് ഫാബ്രിക് ആണെന്ന് ശ്രദ്ധിക്കണേ. ഇതങ്ങനെ വരുന്നു 120, 58 ഇഞ്ച് വീതി, 58 ഇഞ്ച് എടുത്ത് 120 റുപ്പീസ്. അപ്പോൾ ഇനി റയോണിൽ ടോപ്പ് എടുത്തിട്ട് ഇതുകൊണ്ട് വേണമെങ്കിൽ ദുപ്പട്ട എടുക്കാം. ഇതുകൊണ്ട് അപ്പം ബ്ലൂ ലവേഴ്സിന് ഇതിനടിയിൽ ലൈനിങ് വെക്കുമ്പോൾ ഒന്ന് ഡാർക്ക് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡാർക്കായി നിൽക്കും. ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഈ കലങ്കാരി കാണിക്കുമ്പോൾ അതിന് ടോപ്പ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഏകദേശം ഒരു പറ്റുന്ന കുറേയൊക്കെ പറക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കോട്ടയിൽ ഹക്കോബയാണ്. കോട്ട ഹക്കോബ ഇങ്ങനെ വരുന്നു. കോട്ടയും കോട്ടണും രണ്ടാണേ. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് ക്രേപ്പ് ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയ ഫാബ്രിക്കിന് ക്രേപ്പ് ലൈനിങ് കംഫർട്ടബിൾ അല്ലാത്തവർക്ക് ബ്ലൗസ് പീസ് മെറ്റീരിയൽ ലൈനിങ് വെക്കാം. ഇങ്ങനെ വരുന്നു 180 റുപ്പീസ് പെർ മീറ്റർ, 180 രൂപ. ഈ ടൈപ്പ് വിഡ്ത്ത് കുറഞ്ഞതിനൊക്കെ ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മൾ 2.5 മീറ്റർ എടുക്കുന്നതിന് പകരം കുറച്ച് തുണി കൂടുതൽ എടുക്കണം. രണ്ട് സൈഡിലും കണ്ടോ ഇത്രയും വർക്ക് പോർഷൻ കുറവുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വരും. കുറച്ചൊരു ത്രെഡ് വർക്കും സംഭവങ്ങളൊക്കെ വരുന്ന നമ്മൾ പ്ലെയിൻ ടോപ്പ് എന്നൊരു ഫീൽ വരുമില്ല. എന്നാൽ പ്ലെയിൻ കളേഴ്സ് ചെയ്യാനും പറ്റും. ഇതങ്ങനെ വരും. നമ്മളിനി കലങ്കാരിയുടെ ഒപ്പം ഞാൻ വെച്ച് കാണിക്കാൻ എടുത്തിട്ടില്ല. ഇനി അവിടെ ഒക്കെ ഉണ്ടല്ലോ കലങ്കാരികൾക്ക് ഏതിന് വേണമെങ്കിലും നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എടുക്കാം. അത് ഇനി ഇത് നമ്മൾ PC കോട്ടണിൽ വരുന്ന ആക്കും മെറൂൺ കളറിൽ. അപ്പോൾ മെറൂൺ കളറൊന്ന് കാണിക്കാൻ കാരണം അത് മെറൂൺ കളർ ഒരുവിധം എല്ലാ കലങ്കാരികൾക്കും ചേരും. അപ്പോൾ ഇത് വരുന്നു ഈ പീസ് ഇങ്ങനെ വരുന്ന ഈ ഹക്കോബ. ഇത് ഒറിജിനൽ പ്യുവർ കാംബ്രിക്കിൽ വരുന്നതല്ല, പലതരം ഉണ്ട്. നമ്മൾ 130യുടെ ഹക്കോബ കാണിച്ചിട്ടില്ലേ, ഇത് 180 റുപ്പീസ് പെർ മീറ്റർ, 180 രൂപ ഇങ്ങനെ വരുന്നു. PC കോട്ടണിൽ കട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിനും വലിയ ഹോൾസ് ഉള്ളതായതുകൊണ്ട് നമുക്കിനി കോൺട്രാസ്റ്റ് വെക്കണമെങ്കിലും വെക്കാം കേട്ടോ. ഇതിൽ നമ്മളിത് മാത്രം പ്ലെയിൻ ടോപ്പ് എടുക്കുകയാണെങ്കിൽ യെല്ലോ ഒക്കെ ആയിരിക്കും കൂടുതൽ നല്ലത്. ഇതുണ്ട്. ഇപ്പോൾ നേവി ബ്ലൂ വെക്കുമ്പോൾ കണ്ട് ഇങ്ങനെ ക്രേപ്പ് ലൈനിങ് വെക്കണം എപ്പോഴും. കോൺട്രാസ്റ്റ് ലൈനിങ് വെക്കുമ്പോൾ പുതിയ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് തന്നെ പിന്നെയും പറയണത്. പഴയ ആൾക്കാർക്ക് ബോറടിക്കല്ലേ. അങ്ങനെ വരുന്നു. അതങ്ങനെ. അപ്പോൾ മെറൂണിൽ അത് കാണിച്ചു. ഇനി ഇത് മെറൂണിൽ റയോൺ. ഈ മെറൂണിൽ റയോൺ മറ്റേ റയോണിനൊക്കെ കുറച്ചുകൂടെ ഹെവിയാണ്. ഇത് 17 kg വരുന്നതാണ്. നമ്മൾ ഓരോ ഫാബ്രിക്കും
അതിൻ്റെ മെറ്റീരിയൽ കണ്ടൻറ്റ്, അതിൻ്റെ തിക്നെസ്, അങ്ങനെ പല പല അനുസരിച്ചിട്ടാണ് എൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഹെവിയാണ്, നിങ്ങൾക്ക് പിടിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത്. 140 റുപ്പീസ് പെർ മീറ്റർ, 140 രൂപ. 58 ഇഞ്ച് വീതി റയോണാണ്. ഇതങ്ങനെ വരുന്നു, ഹെവിയാണേ. ഇങ്ങനെ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പുലീനെ കണ്ടില്ലേ, ഇനി ബ്ലാക്ക് പാന്തർ ആയിരുന്നത് ഇനി അടുത്തത്. ഇതാ അങ്ങനെ ആയിരുന്നു. ഇത് നമ്മൾ ആ മാർബിൾ ഷിഫോണിൽ ഒരു ബ്ലാക്ക് ടച്ച് വരുന്ന സംഭവം. ഇതാ ഇങ്ങനെ വരുന്നു. ടോപ്പ് ചെയ്താലും ഷോർട്ട് ടോപ്പ് ചെയ്താലും ഒക്കെ നല്ലതാണ്. ഇങ്ങനെ വരുന്നു. ക്രേപ്പ് ലൈനിങ് ഇട്ടിട്ട് വേണം ടോപ്പ് ചെയ്യാനാണ്. ദുപ്പട്ടയായിട്ട് ബ്ലാക്ക് ടോപ്പിൻ്റെ കൂടെ ദുപ്പട്ടയായിട്ട് ഹക്കോബയുടെ കൂടെ കോട്ടൺ ബുട്ടയുടെ കൂടെ അതിന് വേണ്ടി കോട്ടൺ ബുട്ട കാണിക്കുക. എടുത്തിട്ട് കോട്ടൺ ബുട്ട, കോട്ടൺ സ്ലബൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഓൾ ടൈം നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവും. ജസ്റ്റ് കഴിഞ്ഞാലും ഒന്ന് വരാനുള്ളൊരു സമയം മതി. ഇതെങ്ങനെ വരുന്നു, 90 റുപ്പീസ്, 90 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ ദുപ്പട്ടയായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ബ്ലാക്ക് പാന്തറിന് ഇത് അങ്ങനെ വരുന്നു. അതിൽ കോട്ടൺ ബുട്ട ഇങ്ങനെ വരുന്നു. ഇത് നമ്മൾ ഹെവി ബുട്ടയാണേ. ഇങ്ങനെ വരുന്നു. നല്ല ലൈനിങ് വേണം. പുതിയ കാണിച്ചു തരാം. ഇങ്ങനെ വരുന്നു. ആ സെൽഫ് ഒരു ലൈൻസും വരുന്നുണ്ട്, ബുട്ടാസും വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നു. നമുക്ക് ഏത് മോഡലും ഒക്കെ ചെയ്യാൻ നല്ലതാണിതിപ്പോൾ. അങ്ങനെ മെറ്റേണിറ്റി വെയർ പോലെയൊക്കെ ചെയ്യണമെങ്കിലൊക്കെ നല്ല ഫാബ്രിക്കാണിത്. പ്ലീറ്റഡ് മോഡലൊക്കെ ചെയ്യാം. 240, 240 രൂപ ഇങ്ങനെ വരുന്നു. കോട്ടൺ ബുട്ട വിടുത്ത് കുറഞ്ഞതൊക്കെ 180 ആ ടൈപ്പ് പല ഉണ്ട്. ലെമണിലോ ചോദിച്ച ആൾക്ക് അധികം വൈകാതെ എത്തൂട്ടപ്പം കാണിക്കാവേ. ഇത് ഇങ്ങനെ വരുന്നു. റയോൺ ബ്ലാക്ക് 120, 120 രൂപ ഇങ്ങനെ വരുന്നു. റയോണിൽ ബ്ലാക്കാണിത്. ഇതാ ഇങ്ങനെ വരും. ബ്ലാക്ക്, ഈ ഒരു ബ്ലാക്കും ഇതിന് ചേരും. ഇതാ ഇങ്ങനെ വേണമെങ്കിലും ശരി. റയോണിൽ ടോപ്പും ഇതുകൊണ്ട് ദുപ്പട്ട എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ആക്കാം. ഇങ്ങനെ വരുന്നു. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ബ്ലാക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് ഡൾ ഫിനിഷിങ് വരുന്ന ബ്ലാക്ക് ഈ റയോണിൽ. ഇത് വരുന്നത് നമ്മുടെ ഇത് വേറെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ചെറിയൊരു ബണ്ടിൽ എടുത്തു എന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ത്രെഡ് വർക്ക് കാന്ത 130 റുപ്പീസ്. ഇങ്ങനെ എടുക്കാം. ബ്ലാക്ക് ടോപ്പും ഇതിങ്ങനെ ബോട്ടം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. 130. ഇനി കലങ്കാരിയിൽ അടുത്ത ബോട്ടം ആൻഡ് ദുപ്പട്ട ഇതങ്ങനെ വരുന്നത്. ബോട്ടം ഇത് വരുന്നത് ദുപ്പട്ട 160 പെർ മീറ്റർ, 2 മീറ്റേഴ്സ് ആയിട്ടാണ് കൊടുക്കുക. 320. ഇത് ദുപ്പട്ടയുടെ റേറ്റും 320. അപ്പോൾ 640ക്ക് ഒരു ബോട്ടം ആൻഡ് ദുപ്പട്ട. ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി ആ മെറൂൺ വേണമെങ്കിൽ അതിനും ചേരും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ബോട്ടം ആൻഡ് ദുപ്പട്ടയുടെ ഒരു സെറ്റ്. അതിൻ്റെ കൂടെ ഇനി അടുത്തത് വരുന്നു കോട്ടൺ സ്ലബിൽ നേവി ബ്ലൂ. ഇതാ 120 റുപ്പീസ് പെർ മീറ്റർ, 120. പ്ലെയിൻ കളേഴ്സ് കാണിക്കുമ്പോൾ സ്ക്രീൻഷോട്ടിൻ്റെ താഴെ മറക്കാതെ എഴുതണേ. കാരണം ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ടും സ്കിപ്പ് ചെയ്തും കാണുന്ന ഒരു കാര്യങ്ങളൊക്കെ വിട്ടുപോകും. സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് അതിലേക്ക് കിടക്കാം. അതങ്ങനെ വരുന്നു. 120. ഇതിങ്ങനെ സെറ്റ്. അതങ്ങനെ. ഇനി അടുത്ത കലങ്കാരി ഡിസൈനൊക്കെ ഏകദേശമൊക്കെ ഒരുപോലെ ഇരിക്കും. സ്ക്രീൻഷോട്ട് ക്ലിയർ ആവണേ. ഇങ്ങനെ വരുന്നു ബോട്ടം. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഞാൻ നമ്പർ ഇട്ടിട്ടില്ല, അന്ന് ഞാൻ നമ്പർ ഇട്ടിരുന്നു അല്ലേ. അപ്പോൾ അതാ ക്ലിയർ ആയിട്ട് വിടണേ. നമ്പർ ഇടാൻ മറന്നു അല്ലേ, തിരക്കൊണ്ട് മറന്നു. അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ വീഡിയോയുടെ ലാസ്റ്റ് എല്ലാം ഒന്ന് നിരത്തി വെച്ചിട്ട് നമ്പർ ഇട്ടൊന്നുകൂടെ കാണിച്ചു തരേ. അപ്പോൾ ഇതെങ്ങനെ വരുന്നു. ഇത് അപ്പോൾ നിങ്ങൾക്ക് മാറാതെ സ്ക്രീൻഷോട്ട് വിടണമെങ്കിലേ, അത് മറന്നുപോയി, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നു. ഇനി ഇതും ഇതിൻ്റെ കൂടെ ചേരും. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നേവി ബ്ലൂവിലെ ഹക്കോബ. ഇങ്ങനെ വരുന്നു. ഇതും പ്രീമിയം ഹക്കോബയാണ്. കാംബ്രിക് കോട്ടണിൽ വരുന്ന പ്രീമിയം ഹക്കോബയാണ്. കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നു. ഇങ്ങനെ വരുന്നു. ബിഗ് വിഡ്ത്തിലാണ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 54 ഇഞ്ച് വിഡ്ത്ത് ഉണ്ടെങ്കിലും ഒരു 52 ഇഞ്ചോളമാണ് വർക്ക് വരിക. ഇങ്ങനെ വരുന്നു. പാനൽസ് പോലെയുള്ള വർക്ക് നല്ലതാണ് വരുന്നത്. 300 റുപ്പീസ് പെർ മീറ്റർ, 300 രൂപ ഇങ്ങനെ വരുന്നു. ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ അടിയിൽ മെറൂൺ ക്രൈപ്പ് വെച്ച് കഴിഞ്ഞാലും ഭംഗി ഉണ്ടാവും. ഇങ്ങനെ വരുന്നു. പക്ഷേ ഉണ്ടോ ആ ഹോൾസ്, വലിയ ഹോൾസ് വരുമ്പോഴാണ് കോൺട്രാസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഭംഗി. ഇതിങ്ങനെ ചെറുതായിട്ടുള്ളത് ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം. നമുക്ക് നമ്മുടെ ചോയ്സ് ഇഷ്ടം പോലെ, നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 ആണ്, 300 രൂപ അങ്ങനെ. അപ്പോൾ അതിനെയും ഈ കലങ്കാരിയുടെ കൂടെ നമുക്ക് ബോട്ടം ആൻഡ് ദുപ്പട്ടയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇത് വേണമെങ്കിലും എടുക്കാം. ഹക്കോബയിൽ ടോപ്പും കലങ്കാരിയിൽ ബോട്ടം ആൻഡ് ദുപ്പട്ട എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നു അടുത്ത ഡിസൈൻ. ഇത് ഒരു ഡാർക്ക് ബ്രൗൺ ആണ്. അതും ഒരു മാംഗോ ഡിസൈനിൽ അതൊക്കെ വരുന്നു. അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു. ഇത് 160 പെർ മീറ്റർ, 2 മീറ്റേഴ്സ് 320. ഒരു ദുപ്പട്ടയ്ക്ക് 320 ഇങ്ങനെ വരുന്നു. അങ്ങനെ. ഇനി അടുത്തത് വരുന്നു ഇങ്ങനെ മെറൂണിൽ ഇങ്ങനെ ഫ്ലോറൽ ഡിസൈന്. ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു. ദുപ്പട്ട ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പെയറാവും. ഏതിന് വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാ. അടുത്തൊരു ഹക്കോബ, നല്ല ഒരു ബ്രിക്ക് റെഡിൻ്റെ മെറൂണിൻ്റെ ഇടയിൽ നല്ലൊരു സുന്ദരി കളർ, നല്ലൊരു സുന്ദരി ഹക്കോബ ഇങ്ങനെ വരുന്നു. ഹക്കോബ മാത്രം കളക്ട് ചെയ്തിരുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോളൂ, ഓരോരോ റെയർ കളേഴ്സ് വരുന്നുണ്ട്.
ബ്ലൂ ഹക്കോബ ചോദിക്കുന്ന ആളെ കാണുമ്പോൾ ഞാൻ മുങ്ങി നടക്കേണ്ടി വരും തോന്നുന്നു. ബ്ലൂ എത്തിയിട്ടില്ല. ഇതങ്ങനെ വരുന്നു. ഇതും ബിഗ് വിഡ്ത്തിലാണ് വരുന്നത്. പ്രീമിയം ഹക്കോബയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. 320. നല്ല കട്ട് വർക്ക്, നല്ല ഡാർക്ക്, നല്ലൊരു മെറൂൺ ഷെയ്ഡ്. മെറൂണിൽ 300 റുപ്പീസ്. അത്രയായിരുന്നു നമുക്ക് മെറ്റീരിയൽ. ഇനി ഞാൻ ആ കലങ്കാരിയുടെ ഒന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതൊന്ന് 1 2 3 പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കാൻ പാകത്തിന് അതോടെ കാണിക്കാം. എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്പറൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇതാ ഫസ്റ്റ് വേണം, നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ നമ്പർ 1 എടുത്തേക്കുന്നത്. ഇതാ അങ്ങനെ വരുന്നു നമ്പർ 1. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് വിടുമ്പോഴേ ഈ 1ഉം ഈ സംഭവം കൂടെ കാണുന്ന രീതിയിലൊന്ന് വിട്ടാൽ ക്ലിയർ ആയിരിക്കും. ഇതിങ്ങനെ വരുന്നു. അപ്പം 2 മീറ്ററിലാട്ടോ കട്ട് ചെയ്യുന്നത് ഇത്. അപ്പോൾ കൂടുതൽ വേണ്ടവരൊന്ന് ചോദിക്കുക. ലാസ്റ്റ് പീസൊക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. 2 കാലം ഒന്ന് പറഞ്ഞു വെക്കുക, നമുക്ക് നോക്കാം. കാരണം ഇതൊക്കെ 10 മീറ്റർ സംതിങ്ങിലാണ് ഇത് ഓരോന്നും ചെയ്യുക. നമുക്ക് വേറെ ബണ്ടിലുകളുണ്ട്. ഇതങ്ങനെ വരുന്നു 2. ഇത് നമ്പർ 2 കേട്ടോ. ക്ലിയർ അല്ലേ? പിക്കും ക്ലിയർ അല്ലേ? ഫ്ലോറൽ ഡിസൈനും ക്ലിയർ അല്ലേ? നമ്പർ 2 വരുന്നത് അത്. അങ്ങനെ നമ്പർ 3 ഇത് ഇങ്ങനെ വരുന്നു. നമ്പർ കിട്ടിയോ? നമ്പർ ഇങ്ങനെ 3 ഇങ്ങനെ. അത് നമ്പർ 3. ഇനി ഇതാ നമ്പർ 4 നാലാമത്തത് ഇങ്ങനെ വരുന്നു. ഇത് നമ്പർ 4 അങ്ങനെ. ഇനി നമ്പർ 5 ഇതായിരുന്നു അഞ്ചാമത്തത്. നമ്പർ 6 ഇങ്ങനെ. ആറാമത്തത് ഇതിങ്ങനെ. കാരണം ഈ സംഭവം സ്ക്രീൻഷോട്ട് വരുമ്പോഴേ ഒക്കെ കൺഫ്യൂഷനാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവരെ നമ്പർ കുറേ ഉപകാരപ്പെട്ടു പറഞ്ഞു. അപ്പോൾ ഇന്നത് ഇട്ട് വയ്ക്കാൻ മറന്നുപോയി. ഇത് 7. ഇത് 7ആമത്തത്. അത്രയായിരുന്നു. അപ്പോൾ പ്യുവർ കോട്ടൻ്റെ ആണ്. കോട്ടൻ്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പുതിയ ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക. കളർ ഗാർഡ് കഴിയുന്നത് യൂസ് ചെയ്യുക ഫസ്റ്റ് വാഷിന്. കളർ ഗാർഡ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്തവർ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്ന നോക്കിയിട്ട് മനസ്സിലാക്കി ചെയ്യണേ. എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ട്രാക്കിംഗ് നമുക്ക് നോർമലി അയക്കാൻ പോസിബിൾ അല്ല ഓരോ കസ്റ്റമേഴ്സിനും. കാരണം നമുക്ക് വാട്സപ്പ് ത്രൂ സിസ്റ്റത്തിൽ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ നോർമലി ഒരു 5 to 7 ഡേയ്സിലാണ് ഇന്ത്യ പോസ്റ്റ് വഴിയൊക്കെ അയച്ചിട്ട് ഇവിടുന്ന് നമ്മൾ നെക്സ്റ്റ് അന്നത്തെ ദിവസം തന്നെ ഓർഡർ എടുത്ത് പേയ്മെൻറ്റ് വന്ന് പോവില്ല. 1-2 ഡേയ്സ് കൊണ്ടാണ് ഇവിടുന്ന് പോകുള്ളൂ കേട്ടോ. അപ്പോൾ എമർജൻസി ഉള്ളവർ പ്രത്യേകം പറയണത് അർജൻറ്റായിട്ട് വിടണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്. കാരണം നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പേയ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ബില്ലിംഗ് സെക്ഷനൊക്കെ കഴിഞ്ഞ് വേണം പോകാൻ. അപ്പോൾ അർജൻറ്റ് ഉള്ളവർ പ്രത്യേകിച്ച് ഒന്ന് പറയണം. പിന്നെ അതിൻ്റെ കൂടെ ലൈനിങ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ സാവകാശം ആവശ്യമാണ്. എടുത്ത് ചിലപ്പോൾ വിടുമ്പോൾ 2-3 ദിവസമൊക്കെ എടുക്കും ഇവിടുന്ന്. പിന്നെ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഓരോ നമ്പർ ഇങ്ങനെ എന്തെങ്കിലും ഹോൾഡിലോ എന്തെങ്കിലും ബാക്കി ഫോളോ അപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിയുമ്പോഴാണ് ചിലപ്പോൾ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയിട്ടാണ് ചിലപ്പോൾ ഡിലേ വരാറുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും താമസങ്ങൾ നേരിട്ടും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം വർക്കിംഗ് അവേഴ്സിൽ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ലിങ്ക് നോക്കണം, ഡിസ്ക്രിപ്ഷൻ നോക്കണം. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.